മാക്സ് ഡിജിറ്റൽ സൊല്യൂഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സ്ഥാപനം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് 3 മേഖലകളെയാണ്. ഒന്ന് വാട്സപ്പ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വാട്സപ്പ് മാർക്കറ്റിങ്ങിൽ തന്നെ 4 പ്രധാനപ്പെട്ട ടൂൾസുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഒന്ന് മാക്സ് ഡിജിറ്റൽ ബട്ടൺ സെൻറ്റർ, രണ്ടാമത് വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബൾക്ക് സെൻറ്റർ, മൂന്നാമത് ക്രോമിൽ അഡീഷണലായിട്ട് എക്സ്റ്റൻഷനായിട്ട് വരുന്ന മാക്സ് ഡിജിറ്റൽ CRM സോഫ്റ്റ്വെയർ ഉണ്ട്, നാലാമത് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന WA ബൾക്ക് സെൻറ്റർ 3.6, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. ഓരോ സോഫ്റ്റ്വെയറുകളും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത് നമ്മുടെ ബട്ടൺ സെൻറ്ററാണ്. മാർക്കറ്റിൽ 2500 രൂപയാണ് ഞങ്ങൾ ഈ സോഫ്റ്റ്വെയറിന് പ്രൈസ് ഇട്ടിട്ടുള്ളത്. അഡീഷണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്താൽ ഓഫർ പ്രൈസുകളും അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഈ സോഫ്റ്റ്വെയറിൽ ഒരേ സമയത്ത് 10 വാട്സപ്പ് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെൽക്കം മെസ്സേജ്, ഓട്ടോ റീപ്ലൈ സെറ്റിങ്സ് അടക്കമുള്ള ചാറ്റ് ബോട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഒപ്പം നമ്മുടെ ഫോണിൽ നിന്നുള്ള ഗ്രൂപ്പിലെ കോൺടാക്റ്റുകളൊക്കെ ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ബട്ടൺ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ മെസ്സേജുകൾക്ക് കൂടെ കോള്, അതുപോലെ തന്നെ വെബ്സൈറ്റ്, ലൊക്കേഷന് ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് അവരെ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാൻ സാധിക്കാവുന്ന രീതിയിൽ ഓട്ടോ റെസ്പോൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ക്വിക്ക് റീപ്ലൈ അടക്കമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അതോടൊപ്പം തന്നെ അതിൽ അനാവശ്യം ഇപ്പം നമ്മൾ ചില ആളുകൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആ മെസ്സേജ് താല്പര്യം ഉണ്ടാവില്ല. അവർ സ്പാമിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അതിൽ അൺസബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാൻ പറ്റും. അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത. ഇത് വിൻഡോസ് സോഫ്റ്റ്വെയറാണ്, അതായത് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. മറ്റു ഡിവൈസുകളിൽ ഇത് സപ്പോർട്ടില്ല. ഓക്കെ, ഏത് സിസ്റ്റത്തിലാണോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൽ മാത്രമായിരിക്കും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റുക. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാട്സപ്പ് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത് മൾട്ടിപ്പിളായിട്ട് മറ്റു അക്കൗണ്ടുകളിൽ നമുക്ക് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. 24/7 വർക്ക് ചെയ്യുന്ന ഓട്ടോ റീപ്ലൈ, അതുപോലെ തന്നെ ചാറ്റ് ബോട്ട് കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിലുണ്ട്. ബൾക്കായിട്ട് മെസ്സേജ് അയക്കാൻ ഈ സോഫ്റ്റ്വെയറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സാണ്. ഒപ്പം അതിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ചു തന്ന സോഫ്റ്റ്വെയറിൽ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിൽ നമുക്ക് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഏത് സമയത്തേക്കാണോ ആ സമയത്ത് സിസ്റ്റം ഓൺ ചെയ്തിരുന്നാലും ഓഫ് ചെയ്തിരുന്നാലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മെസ്സേജ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മൂന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ക്രോമിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. സാധാ വെബ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ഇതിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ ബൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ, ടെംപ്ലേറ്റ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം, ചാറ്റ് ബോട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സുകളുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഫംഗ്ഷനിലൊക്കെ വന്നാൽ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് കോൺടാക്റ്റുകൾ എടുക്കാൻ പറ്റും, വാട്സപ്പിൻ്റെ ലിങ്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒട്ടനവധി ഫീച്ചേഴ്സുകളുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ക്രോം എക്സ്റ്റൻഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഇതിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. നാലാമതായി ഏറ്റവും അവസാനത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് WA ബട്ടൺ ബൾക്ക് സെൻറ്ററാണ്. ഇതിൽ ബൾക്കായിട്ട് മെസ്സേജുകൾ അയക്കാൻ പറ്റും, അതും ഫയലുകളൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സോഫ്റ്റ്വെയറിലുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിലേക്കൊക്കെ ബൾക്കായിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ, ഗ്രൂപ്പിൽ നിന്ന് കോൺടാക്റ്റ് എടുക്കാൻ, നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് നമ്പറുകൾ ഗ്രാബ് ചെയ്തെടുക്കാൻ, ഗ്രൂപ്പിൽ ആക്റ്റീവ് മെമ്പേഴ്സിൻ്റെ ഡാറ്റകൾ, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിനെ വാം ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഒപ്പം ഗൂഗിൾ മാപ്പിൽ നിന്ന് നമുക്ക് കോൺടാക്റ്റുകൾ ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, വെബ്സൈറ്റുകളിൽ നിന്ന് നമ്പറുകൾ ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുകളൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സുകളുള്ള സോഫ്റ്റ്വെയറാണ് WA സെൻറ്റർ എന്ന് പറയുന്നത്. ഓരോ സോഫ്റ്റ്വെയറും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ഒന്നാമത്തതിൽ ബട്ടൺ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് അതൊരു ക്ലൗഡ് ബേസ്ഡ് ആണ് എന്നുള്ളതാണ്. മൂന്നാമത്തത് ഒരു CRM സോഫ്റ്റ്വെയറാണ്. നമുക്ക് വരുന്ന ഓരോ ചാറ്റുകളെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഹെഡിലേക്ക് കൊണ്ടുപോയി ആ ഹെഡുകളിലേക്ക് മാത്രം, ഇപ്പം മുകളിലൊക്കെ കാണുന്ന ഈ രീതിയിലുള്ള ഹെഡുകൾ, ടാബുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ടാബിലേക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുള്ളതാണ്.
ഈ ഒരു സോഫ്റ്റ്വെയർ ഇതൊരു CRM സംവിധാനത്തിലാണ്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിലും തന്നെ നമുക്ക് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുകളൊക്കെ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റം ഓൺ ചെയ്ത് ഈ വാട്സപ്പ് ഇതിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രമായിരിക്കും ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈ പറയപ്പെട്ട എല്ലാ ഫീച്ചേഴ്സുകളും നമുക്ക് അവൈലബിൾ ആവാം. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന വാട്സപ്പ് ടൂളുകളെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.